നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാരൻ. ഹൈവേ 360 വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ സ്പൈസി ചില്ലി ചിക്കൻ. നല്ല അടിപൊളി ഒരു ചില്ലി ചിക്കൻ ആണ്. നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സംഭവമാണ്. നല്ല സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചില്ലി ചിക്കനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തിൻ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നല്ല ഫ്രഷായി ക്രഷ് ചെയ്ത കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഡാർക്ക് സോയ സോസ് 1 ടീസ്പൂൺ, എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൺ സ്റ്റാർച്ച് ഉണ്ടല്ലോ, കോൺഫ്ലവർ, അതാണ്. അത് 2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇനി ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 4 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ അകമെല്ലാം ആവശ്യത്തിന് വെന്ത് പുറമെ നല്ല ക്രിസ്പായിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാറുണ്ട്. ഞാനിവിടെ ക്യാപ്സിക്കം, അത് ഏകദേശം ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്ത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള എടുത്ത് അതും അതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ച് 2 പച്ചമുളക് ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുതിർത്ത വറ്റൽമുളക് അതും 2 എണ്ണം സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇങ്ങനെ കലക്കി അതും മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കടായി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 300 മില്ലി ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നമ്മുടെ സോയ സോസ്, ഡാർക്ക് സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓയിസ്റ്റർ സോസാണ്. അത് നല്ല തിക്കായിട്ടുള്ള ഓയിസ്റ്റർ സോസാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺ സ്റ്റാർച്ച് ഉണ്ടല്ലോ, കോൺഫ്ലവർ, അത് 2 ടീസ്പൂൺ കൂടെ ചേർത്ത് ഇത് ഏകദേശം ഈ കട്ടി ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി കടായി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളി 2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം, സവാള, വറ്റൽമുളക്, പച്ചമുളക് ഇതുകൂടി ചേർത്ത് ഏകദേശം ഒരു 30 സെക്കൻഡ് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു 30 സെക്കൻഡ് നമുക്ക് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ സോസ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. എല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഗ്രേവി എല്ലാം എന്താ ഇതുപോലെ തിക്കായി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല കറക്റ്റ് പരുവത്തിന് ഇത് കുക്കായിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Chilli chicken made by SHABIN sister. Wow. അങ്ങനെ നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റൈൽ സ്പൈസി ചില്ലി ചിക്കൻ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആണ് അറിയേണ്ടത്. Okay. ഈ ചില്ലി ചിക്കനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തിൻ സ്ലൈസസ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ സോസിൻ്റെയും എല്ലാ ഫ്ലേവറും വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 4 മിനിറ്റ് മാത്രമേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ട് ഇപ്പോഴും ചിക്കൻ ഇരിപ്പുണ്ട്. വീണ്ടും കഴിക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, എരിയും ഉണ്ട്. കാര്യം പറയാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അപ്പോൾ ഇന്നത്തെ സ്പൈസി ചില്ലി ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ്സ് പറയൂ എങ്ങനെയുണ്ട് ഈ സ്പെഷ്യൽ റെസിപ്പി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദിസ് വൈ ഷാബിൻ ജില്ലക്കാരൻ.